ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വക്രശനി തരുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ട് കൺസൾട്ടേഷൻ ഇല്ല, ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വരാൻ പോകുന്ന ജൂലൈ മാസം അവസാനം ശനിക്ക് വക്രഗതി സംഭവിക്കാൻ പോവുകയാണ്. വക്രഗതി എന്നാൽ പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. ശനിയുടെ വക്രാവസ്ഥ പൊതുവേ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലുമൊക്കെ എല്ലാ രാശിക്കാർക്കും ഈ അവസ്ഥ അശുഭകരമല്ല. ഈ വരുന്ന ജൂലൈ 27-ന് കർമ്മദായകനും നീതിയുടെ ദേവനുമൊക്കെ ആയ ശനി മീനൻ രാശിയിലുള്ള രേവതി നക്ഷത്രത്തിൽ നിന്ന് ഉത്രട്ടാതിയിലേക്ക് പുറകോട്ട് സഞ്ചരിക്കുകയാണ്. ഇത് ഡിസംബർ മാസം 11-ാം തീയതി വരെയാണ്. ജ്യോതിഷപ്രകാരം ശനിയുടെ ഈ പിന്നോക്കാവസ്ഥ വളരെയേറെ പ്രധാനപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ശനിയുടെ സ്വാധീനം കൂടുതൽ ആഴമേറിയതും തീവ്രവുമായിട്ടാണ് ഉണ്ടാവുക. ശനിയുടെ ഈ അവസ്ഥ പൊതുവെ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലുമൊക്കെ എല്ലാ രാശിക്കാർക്കും ഇത് അശുഭകരമല്ല. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയാണ് ശനീശ്വര ഭഗവാൻ ഫലം നൽകുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്ന പുണർദത്തിൻ്റെ അവസാന പാദവും പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് നവഗ്രഹങ്ങളിൽ കർമ്മദായകനും നീതിയുടെ ദേവനുമായ ശനി ഭഗവാൻ അച്ചടക്കം, സത്യസന്ധത, ഉത്തരവാദിത്വബോധം, ക്ഷമ, അനുഭവത്തിലൂടെ ലഭിക്കുന്ന പക്വതയൊക്കെ നൽകുന്ന ഗ്രഹമാണ്. കർക്കിടകം രാശിക്കാർക്ക് ശനി സപ്തമ ഭാവത്തിൻ്റെയും അഷ്ടമ ഭാവത്തിൻ്റെയും ഒക്കെ അധിപനാണ്. തത്സമയം ശനി മീനം രാശിയിൽ, അതായത് കർക്കിടകൻ രാശിയുടെ 9-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 9-ാം ഭാവം ഭാഗ്യം, ധർമ്മം, ഗുരുക്കന്മാർ, പിതാവ്, ഉന്നത വിദ്യാഭ്യാസം, ആത്മീയത, ദീർഘദൂര യാത്രകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഈ വക്രശനിക്കാലം ഭാഗ്യത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും. അതായത് ഭാഗ്യം തുണയായിട്ടില്ല എന്ന ഒരു തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിരുന്നാലും ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കഠിന അധ്വാനം തുടർന്ന് ചെയ്യുകയാണെങ്കിൽ വൈകിയാണെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടുക തന്നെ ചെയ്യും. വിദേശയാത്ര, ഉന്നത പഠനം, സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ എന്നിവയിലൊക്കെ ചില കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അച്ഛനുമായോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുമായോ ഒക്കെ അഭിപ്രായ വ്യത്യാസം വരാനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം വിനയത്തോടും ക്ഷമയോടും ഒക്കെ പെരുമാറേണ്ട ഒരു സമയം തന്നെയാണ്. പിന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ലഭിക്കാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പങ്കാളിത്തത്തിലും പുതിയ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ട സമയമാണ്. സാമ്പത്തികമായി പറയുകയാണെങ്കിൽ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും അനാവശ്യ ചെലവുകൾ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് ധനകാര്യങ്ങളിൽ കൃത്യമായ ഒരു ആസൂത്രണമൊക്കെ ആവശ്യം തന്നെയാണ്. ഓരോ പൈസ ചെലവഴിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടെ വേണം ചെലവഴിക്കാൻ. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, പിന്നെ ആത്മീയ യാത്രകൾ, തീർത്ഥാടന യാത്രകൾ എന്നിവയൊക്കെ നടക്കാനുള്ള സാധ്യതയേറെയുണ്ട്. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതായത് മുട്ടുവേദന, നടുവേദന, സന്ധിവേദന, അസിഡിറ്റി, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. സൂക്ഷിക്കുക. ശനിയുടെ വക്രഗതി കാലഘട്ടം ആത്മീയതയുടെ ഉണർവും ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്താനുള്ള അവസരങ്ങളുമൊക്കെ
നമുക്ക് ഉണ്ടാക്കിത്തരും. ആരോഗ്യപരമായ പ്രശ്ന പരിഹാരത്തിനായിട്ടും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടാനൊക്കെ ആയിട്ട് ശനിപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ക്ഷേത്ര ദർശനം നടത്തുക, ശനീശ്വര ഗായത്രി ജപിക്കുക, പിന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. അർഹതയുള്ളവർക്ക് അന്നദാനവും വസ്ത്രദാനവും ഒക്കെ കൊടുക്കുന്നതും ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് മുതിർന്നവരോട് ക്ഷമയോടും സ്നേഹത്തോടും കൂടിയൊക്കെ പെരുമാറുക. നീതിബോധത്തോടുകൂടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറി ശുഭഫലമൊക്കെ തന്നെ അനുഭവിക്കാൻ കഴിയും. പൊതുവെ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ വക്ര ശനിയുടെ കാലഘട്ടം ക്ഷമയും വിശ്വാസവും പരീക്ഷിക്കുന്നൊരു കാലഘട്ടമായിരിക്കും. അങ്ങനെയാണെങ്കിലും ക്ഷമയോടും ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിലേക്ക് ശക്തമായ ഒരു അടിത്തറ പാകാനൊക്കെ കഴിയും. എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താനുള്ള കാലമാണിത്. ഒരു ശിക്ഷയല്ല, കാര്യങ്ങളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് ഒരു തിരുത്തലിലൂടെ എത്തിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വൈകിപ്പോയ പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കി തരിക കൂടിയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പ്രധാന കാര്യങ്ങളെയൊക്കെ പുനർപരിശോധിക്കാനുള്ള അവസരം കൂടി ഒരുക്കിത്തരുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.